ഞാനിപ്പോൾ ഉള്ളത് ത്രിപുരയിലാണ്. ഇവിടുത്തെ സരസ്വതി പൂജയ്ക്ക് ഇവർ നടത്തുന്ന എന്തോ ഒരു മറ്റേ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവമൊക്കെ പോലുള്ളൊരു പരിപാടിയാണിത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഭയങ്കര പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പരിപാടി നടത്തുന്ന സ്ഥലം ഇന്നലെ വരെ 2 ദിവസം മുന്നേ വരേക്കും ഇവിടെ ഒരു മീൻ മാർക്കറ്റും ഇറച്ചിയൊക്കെ വിട്ടുന്ന മാർക്കറ്റ് വരുന്നു. പക്ഷേ ഇവർ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഇവർക്ക് യോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ മാർക്കറ്റിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത്. ഈ കാണുന്ന ഏരിയയൊക്കെ ഇവിടുത്തെ മാർക്കറ്റായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെ. അപ്പോൾ ഇവർ ഈ പരിപാടി ആകുമ്പോഴത്തേക്കും ഇവർ ഈ മാർക്കറ്റിലെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇത് പുറത്ത് വേറെ ഏതെങ്കിലും ഏരിയയിലേക്ക് അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലേക്കൊക്കെ കച്ചവടം മാറ്റിയിട്ട് ഈ ഭാഗത്ത് ഇവർ ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കും. അങ്ങനെയാണ് അങ്ങനെ ഒത്തിരി 2-3 തവണ ഇങ്ങനെ ഇവരുടെ പരിപാടികൾക്കിടയിൽ, ഇത് മാർക്കറ്റിനുള്ളിൽ തന്നെയാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു സംസ്കാരം ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇതൊരു പുതിയ സംസ്കാരം, പുതിയൊരു ജീവിത രീതികളുമൊക്കെയാണ് ഇവിടെ ത്രിപുരയിൽ ബംഗാളികൾക്കിടയിലുള്ളത്. കൽക്കട്ടയിലെ ബംഗാളികൾക്കിടയിലും ഇങ്ങനെയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഇത് ഞാൻ ഒട്ടേറെ ഇതുണ്ട്. ഇത് 7 ദിവസം നടക്കുന്ന ഒരു യാഗമൊക്കെ പോലത്തെ പരിപാടിയാണിത്. ഇവരിങ്ങനെ